إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയോടെ ഈമാനോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ 6 തവണ ആവർത്തിച്ച പദമാണ് ഇബറത്ത്. ഇബറത്ത് എന്ന വാക്കിന് പാഠങ്ങളെന്നും ഗുണപാഠങ്ങളെന്നും ചിന്താവിഷയം എന്നും അർത്ഥമുണ്ട്. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ ഇബറത്തിനെ കുറിച്ച് ചിന്താവിഷയമുണ്ട് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒന്നാമതായി പറയുന്നത് അള്ളാഹുവിന്റെ സഹായവുമായി ബന്ധപ്പെട്ടതാണ്. ബദർ യുദ്ധത്തിന്റെ ചരിത്രം പറയുമ്പോൾ, ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അള്ളാഹു തആല പറയാണ്, വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അള്ളാഹു തആല അവന്റെ സഹായം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ശക്തി നൽകി. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ സഹായം മുഖേന അവൻ ശക്തി നൽകുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റ, അതിൽ നിങ്ങൾക്ക് ഇബറത്തുണ്ട്, ഗുണപാഠമുണ്ട്, ചിന്താവിഷയമുണ്ട്. ആർക്കാണില്ല? ഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക്, കാണേണ്ട വിധം കാണാൻ കഴിയുന്ന, അതിന് സാധിക്കുന്ന ആളുകൾക്ക് അതിൽ ഗുണപാഠമുണ്ട്. ഒരാൾക്ക് എന്ത് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല, അള്ളാന്റെ സഹായം ഇല്ലെങ്കിലൊക്കെ വട്ടപൂജ. മുസ്ലിമീങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിന് അടിത്തറ പാകിയ, മുസ്ലിം സമൂഹത്തിന് ശക്തി പകർന്ന ആദ്യത്തെ പോരാട്ടമാണ് ബദർ. ഒന്നും ഉണ്ടായിരുന്നില്ല. എതിർപക്ഷത്ത് ശത്രു സൈന്യത്തിനെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാന്റെ സഹായം കിട്ടിയപ്പോൾ ഒന്നുമല്ലാതിരുന്നവർ, അങ്ങനെ കണക്കാക്കിയവർ ഏറ്റവും വലിയ ശക്തരെ പരാജയപ്പെടുത്തുന്നതാണ് കണ്ടത്. അള്ളാന്റെ സഹായമാണ്. രണ്ടാമത്തെ കാര്യം, അല്ലാഹു തആല പ്രവാചകന്മാരെ കഥ പറയുന്നു. ആ പ്രവാചകന്മാർക്ക് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് ജനങ്ങളിൽ നിന്നുണ്ടായത്. ഹത്തസ്തൈഅസർ റുസുലു, ആ ദൈവദൂതന്മാർ നിരാശപ്പെട്ടു, നിരാശരായി. കാരണം ജനങ്ങളുടെ പ്രതികരണം വളരെ മോശമാണ്.
വലന്നു അന്നഹും കത് കുദിബു, തീർച്ചയായും അവർ കളവാക്കപ്പെടുകയാണെന്ന് അവർക്ക് ഉറപ്പായി. അവർ മനസ്സിലായി അവര് കളവാക്കുകയാണ്, ഇവരെ നിഷേധിക്കുകയാണ്. ജാഅഹും നസ്റുന, അപ്പോൾ അവർക്ക് നമ്മുടെ സഹായം നസ്ർ കൊണ്ടുവന്നു. ഫനുജിയ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെ അവരുടെ ഉപദ്രവങ്ങളിൽ നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, തലക്കകത്ത് ആൾതാമസമുള്ളവർക്ക്, അതാണ് ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ കാമ്പുള്ളവർ എന്നാണ്. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പാണ്. തേങ്ങയുടെ കാമ്പിനൊക്കെ ലുബ് എന്നാ പറയാ. ഉലുൽ അൽബാബിന്, ചിന്തിക്കുന്നവർക്ക്, ബോധമുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട്, ഇബ്റത്തുണ്ട് എന്നാണ്. ഇബ്റത്ത് പറഞ്ഞ രണ്ടാമത്തെ വിഷയമാണ്. എന്താ? പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നസ്റിലൂടെ, സഹായത്തിലൂടെ അല്ലാഹു തആല പ്രവാചകന്മാരെ കൊല്ലാനും ഉപദ്രവിക്കാനും എറിഞ്ഞോടിക്കാനും തയ്യാറായി വന്ന ശത്രുക്കളെ അല്ലാഹു തആല ഈ ഒറ്റപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരു പ്രവാചകനൊക്കെ ഒറ്റക്കാണ്, തനിച്ചാകുക, ഒറ്റപ്പെട്ടു പോവുക. എല്ലാവരും ഒരുമിച്ചു, ഈ പ്രവാചകന്മാർ മാത്രമായി പോവുക. അപ്പൊ ചില പ്രവാചകന്മാർ 2 പ്രവാചകന്മാരെ പറഞ്ഞേക്കും, ചില 3 പ്രവാചകന്മാരെ സൂറത്ത് യാസീനിൽ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാഹു തആല ആ ഒറ്റപ്പെട്ട പ്രവാചകന്മാരെ രക്ഷപ്പെടുത്ത കഥ പറയാണ്. അതിൽ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ഒന്നാമത്തെ പാഠം, നമ്മുടെ കൂടെ ആരുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് എത്ര ശക്തി ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല, എത്ര പവർ ഉണ്ടായിട്ടും കാര്യമില്ല, അള്ളാന്റെ സഹായം നമ്മളെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാണ്. ഇതാണ് ഇബറത്ത്, ഗുണപാഠം. അടുത്ത വിഷയം അല്ലാഹ് പറയാണ് കാലികളെ പറ്റിയാണ്. വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, കാലികളിൽ നിങ്ങൾക്ക് ഇബറത്തുണ്ട്, ഗുണപാഠമുണ്ട് കാലികളിൽ. എന്നിട്ട് അള്ളാഹു അതിങ്ങനെ ചിലതിങ്ങനെ പറയാണ്. നുസ്കീക്കും മിമ്മാ ഫി ബുത്തൂനിഹി, ആ കാലികളുടെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ തരികയാണ്. മിൻ ബൈനി ഫർസിൻ വദമിൻ, എവിടുന്നാണ് ഈ കുടിക്കാനുള്ള പാല്? രക്തത്തിനും കാഷ്ടത്തിനും ഇടയിൽ നിന്ന്. പാലുൽപാദിപ്പിക്കപ്പെടുന്ന പാല് കിട്ടുന്നത് ആ രക്തത്തിനിടയിൽ നിന്നും കാഷ്ടത്തിനിടയിൽ നിന്നും, രണ്ടിനിടയിൽ നിന്നിട്ടാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. പക്ഷെ കാഷ്ടത്തിന്റെ മണമോ രക്തത്തിന്റെ ചുവയോ ഒന്നുമില്ലാത്ത ലബനൻ ഖാലിസൻ, അല്ലാഹു ഖുർആനിൽ പറയാ, ശുദ്ധമായ പാല്, സായിഹൻ ലിശാരിബിൻ, കുടിക്കുന്നവർക്ക് അത് ടേസ്റ്റുള്ള രുചികരമായ പാല് അല്ലാഹു നിങ്ങൾക്ക് തരുന്നത് ആ മൃഗത്തിന്റെ വയറ്റിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുന്നത് രക്തത്തിനും കാഷ്ടത്തിനും ഇടയിൽ നിന്ന് വേർതിരിച്ച് തരണം. അള്ളാന്റെ ഫിൽറ്ററിങ് പാഠമുണ്ട്. ഇനി അത് മാത്രമല്ലല്ലോ, കന്നുകാലികൾ എന്തൊക്കെയുണ്ട്? വഇന്നലക്കും ഫിൽ അൻആമി ലക്കും ഫിൽ അൻആമി ലഇബ്റ നുസ്കീക്കും മിമ്മാ ഫീ ബുത്തൂനിഹാ വലക്കും ഫിഹാ മനാഫിഉ കസീറ മിൻഹാ തഅക്കുലു, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നിങ്ങൾക്ക് ആ നാക്കാലികളെ അറുത്ത്, കന്നുകാലികൾ അറുത്ത് തിന്നാനും നിങ്ങൾക്ക് പറ്റും. വീണ്ടും അല്ലാഹ് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിൽ. വല്ലാഹു ജഅല ലക്കും ബുയൂത്തിക്കും സക്കന, അല്ലാഹ് നിങ്ങളെ വീടുകളെ ശാന്തമായ സ്ഥലമാക്കി തന്നിട്ടുണ്ട്. വീട് ശാന്തമായിരിക്കണം. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത്ത, കാലികളുടെ തൊലിയിൽ നിന്ന് നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. യസ്തഖിഫൂനഹ, നിങ്ങൾക്കത് അനായാസം ഉപയോഗിക്കാം. യൗമ ലഅനിക്കും വഇഖാമത്തിക്കും, നിങ്ങൾ ടെന്റ് കെട്ടി താമസിക്കുന്ന ദിവസവും നിങ്ങൾ യാത്ര പോകുന്ന ദിവസവും ഒക്കെ ടെന്റുകൾ കെട്ടാൻ മൃഗത്തിന്റെ തോലുകൾ കൊണ്ട് ഉപയോഗിച്ച് വീടുണ്ടാക്കുന്നുണ്ട്. വമിൻ അസ്വാഫിഹ വ ഔബാരിഹ വ അശ്ആരിഹ, കോലാടിന്റെയും ചെമരിയാടിന്റെയും ഒട്ടകത്തിന്റെയും രോമങ്ങളിൽ നിന്ന് അസാസം വ മതാൻ ഇലാഹിൻ, നിങ്ങൾക്ക് വീട്ടുപകരണങ്ങളും അതുപോലെ ഉപഭോഗ വസ്തുക്കളും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു നിശ്ചിത അവധി വരെ. വമിനൽ അൻആമി ഹമൂലത്തൻ വ ഫർശ, കാലികളിൽ നിങ്ങളെ ഭാരം ചുമക്കുന്നതുണ്ട്, നിങ്ങൾക്ക് അറുത്ത് തിന്നാനുള്ളതും കാലികളിലുണ്ട്. വൽഅനാമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫ്ഉ വ മനാഫിഉ, വേറെ സ്ഥലത്ത് പറഞ്ഞു നിങ്ങൾക്ക് നല്ല കമ്പിളി പുതപ്പ്, ദിഫ് എന്ന് പറഞ്ഞതാണ് അല്ലാഹ് പറയാ ഖുർആനില്. അതിന്റെ തോലുകൾ ഉപയോഗിച്ച് നിങ്ങൾ കമ്പിളി ഉണ്ടാക്കുന്നുണ്ട്, തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി. അപ്പൊ എന്തൊക്കെയായി? കാലികള് ഭക്ഷണമായി, വസ്ത്രമായി, വാഹനമായി, വീടായി. മനുഷ്യന്റെ വാഹനം, മനുഷ്യന്റെ ഭക്ഷണം, കുടിക്കാനും തിന്നാനും, മനുഷ്യന്റെ വീട്ടുപകരണങ്ങൾ, അസാസ് അടക്കമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ കന്നുകാലികളിലൂടെ മനുഷ്യന് കിട്ടുന്നു. അല്ലാഹ് പറയാണ് ആ കന്നുകാലികൾ നിങ്ങൾക്ക് ഇബറത്തുണ്ട് എന്ന്.
മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച വാഹനം ഏതാണ്? മൃഗമാണ്. പിന്നീട് അതിനു ശേഷമാണ് ആദ്യം മനുഷ്യൻ ഉണ്ടാക്കിയത് കപ്പലാണ്. അല്ലാഹു തആല ഉണ്ടാക്കി ഉപയോഗിച്ച വാഹനം കപ്പലാണ്. മനുഷ്യൻ യാത്ര ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങിയത് മൃഗങ്ങളെയാണ്. അല്ലാഹു പറയും, ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് നിങ്ങളെ ചരക്കുകൾ കൊണ്ടുപോകാൻ, നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകാനൊക്കെയുള്ള മൃഗങ്ങൾ എന്നുള്ള പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ ഇബറത്തുകളെ ഖുർആനിൽ പറഞ്ഞ 6 ഇബറത്തുകളെ നമ്മൾ കൂട്ടി വായിച്ചാൽ, ഇതിനെ തദബ്ബുർ ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. ഇനി അടുത്ത ഒരു ആയത്തിൽ അല്ലാഹു പറയും, ഞാൻ ഓതി വെച്ച ആയത്ത്, യുഖല്ലിബുൽ ലൈല വന്നഹാറ. ശ്രദ്ധിക്കണം, രാവും പകലും മാറ്റിമറിക്കപ്പെടുന്നു. യുഖല്ലിബുൽ ലൈല വന്നഹാറ. അല്ലാഹു യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ. അല്ലാഹു രാവും പകലും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലഇബ്റ. ഇതിൽ ഇബ്റത്തുണ്ട്, ചിന്താവിഷയമുണ്ട്, ഗുണപാഠമുണ്ട്. ലി ഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ളവർക്ക്, ഉള്ളിൽ നിന്ന് കാണാൻ പറ്റുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ഗുണപാഠമുണ്ട്, ഇബ്റത്തുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 5 സ്ഥലത്ത് ഇഖ്തിലാഫ പറഞ്ഞത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും ഇങ്ങനെ മാറി മാറി വരിക. ഇവിടെ പറഞ്ഞ യുഖല്ലിബു എന്നാണ്. ഇബ്റത്ത് പറഞ്ഞ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് ഇഖ്തിലാഫ് അല്ല, യുഖല്ലിബു എന്നാണ്. എന്താ വ്യത്യാസം? ഇഖ്തിലാഫുൽ ലൈലി വന്നഹാർ അത് ആയത്താണ്, ദൃഷ്ടാന്തമാണ്. ഖുർആനിൽ 5 സ്ഥലത്ത് അത് പറഞ്ഞു. രാവ് കഴിഞ്ഞ് പകല് വരും. കാരണം സൂര്യനുണ്ട്, ഭൂമിന്റെ ഘടന അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവും പകലും ഭൂമിയിൽ ഉണ്ടാകുന്നു. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ, അതെന്താ പറഞ്ഞത്? ഇഖ്തിലാഫല്ല. രാവും പകലും മാറി മാറി വലിയ പ്രക്രിയയല്ല, മറിച്ചെന്താണ്? മാറ്റ. അതെന്താണ് പറഞ്ഞത്? സൂറത്ത് അൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, നമ്മൾ ഓതുന്ന ആയത്താണ്, ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി. ഈ യുഖല്ലിബു ആണ് അല്ലാഹു ഇവിടെ പറയും, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ. ഫഅസ്ബഹ യുഖല്ലിബു കഫൈ എന്ന് പറഞ്ഞാൽ, കഫ് എന്ന് പറഞ്ഞതാണ് കൈന്റെ ഉള്ളനടി. ഇതിനെ യുഖല്ലിബു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറിക്കാന്നാ. കൈയിന്റെ ഉള്ളനടി ഇങ്ങനെ മറിച്ചു. അപ്പൊ യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ എന്ന് പറഞ്ഞാൽ എന്താ? രാവും പകലും മാറി വരിക എന്നുള്ളതല്ല, മറിച്ച് അതിന്റെ അഹ്വാലുകളെ മാറ്റും. ഇന്നലെ രാത്രി ഉറങ്ങി ഉണർന്ന രാത്രി ആകണമെന്നില്ല ഇന്നത്തെ രാത്രി. ഇഖ്തിലാഫ് ഇങ്ങനെ മാറി, ഞാനുണ്ടെങ്കിലും നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കും. രാവും പകലും അങ്ങനെ മാറും. അത് ആര് മരിച്ചാലും ജീവിച്ചാലും ജനിച്ചാലും ഒക്കെ രാവും പകലും മാറും. ഇഖ്തിലാഫ് അതാണ്. യുഖല്ലിബു എന്ന് പറഞ്ഞാൽ യുഖല്ലിബു അഹ്വാൽ, അവസ്ഥ മാറും, നമ്മളെ അവസ്ഥ മാറും. അതാണ് അല്ലാഹു പറഞ്ഞത്. അതിലാണ് ഇബ്റത്ത്, അതിലാണ് ഇബ്റത്ത്. ഇഖ്തിലാഫിലല്ല, മാറ്റിമറിക്കുക. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയ അവസ്ഥ ആവൂല ഇന്നലെ രാത്രി സുഖമായി നമ്മളെ റൂമിൽ ബെഡിലാണ് ഉറങ്ങിയതെങ്കിൽ ഒരു പക്ഷെ ഇന്നത്തെ രാത്രി നമുക്ക് കാത്തിരിക്കുന്നത് ഖബർ എന്ന വീടാകാം. പകലിന്റെ അഹ്വാല് മാറും. ഇബ്റത്തുൻ, ചിന്താ വിഷയമുണ്ട്. എന്താണ് അല്ലാഹു തആല ഇങ്ങനെ ഈ വിഷയങ്ങളെ കൂട്ടി യോജിപ്പിച്ച് പറഞ്ഞത്? സഹോദരങ്ങളെ, രാവും പകലും മാറി മാറി വരും. അല്ലാഹു ചോദിക്കണം, അലം തറ അന്നല്ല, അലം തറ എന്ന് പറഞ്ഞ് ഖുർആനിൽ 33 ആയത്ത് തുടങ്ങുന്നുണ്ട്. അലം തറ എന്ന് പറഞ്ഞ് തുടങ്ങണ സൂറത്തുണ്ട്, ആയത്തുണ്ട്, 33 ഉണ്ട്. എന്താ അലം തറ എന്ന് പറഞ്ഞാൽ? നീ കാണുന്നില്ലേ, നീ കണ്ടില്ലേന്നാ. എന്താണ് ആ കണ്ടില്ലേന്ന് ചോദിച്ചത്? കണ്ണിൽ എങ്ങനെ നോക്കിയാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ആ ക്ലോക്ക് കണ്ടില്ലേ, ആ അർത്ഥത്തിലാണോ? ആ കാഴ്ചയാണോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. നബിയോട് ചോദിക്കുക, നബി അക്കാലത്തുണ്ടോ? ആനക്കാരെ പറ്റി ഞാൻ എന്താണ് ചെയ്തതെന്ന് നീ കണ്ടില്ലേന്നാ. അത് കാണാൻ നബി അന്നുണ്ടോ? നബിന്റെ എത്രയോ ജനിക്കണതിന് മുമ്പുള്ള സംഭവമല്ലേ പറഞ്ഞ്. പിന്നെ ആ അലം തറ നീ കണ്ടില്ലേന്ന് ചോദിച്ച സംഭവം എന്താ? അതറിഞ്ഞില്ലേ, പഠിച്ചില്ലേ, പാഠം ഉൾക്കൊണ്ടില്ലേ എന്നാണ്. ഒരു സംഗതി കണ്ടാൽ കണ്ണിലിങ്ങനെ കണ്ടുപോയതുകൊണ്ട് ഒരു ഗുണവും കിട്ടാനില്ല. അതൊരു കാലിയുടെ കാഴ്ച. മനുഷ്യന്റെ കാഴ്ചക്ക് വ്യത്യാസമുണ്ട്. ചിന്തിക്കണം, ആലോചിക്കണം, പഠിക്കണം. പലതും കാണും, പലതും കേൾക്കും.
അത് നേരിട്ട് കാണാം, സ്ക്രീനിൽ കാണാം, മൊബൈലിൽ കാണാം, പലയിടത്തും കാണാം. കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കാനുള്ളതാണ്. എന്നിട്ട് അള്ളാഹു തആല സൂറത്ത് നൂറിൽ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ അള്ളാഹ് പറഞ്ഞു വരികയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കർമേഘത്തെക്കുറിച്ച്, കർമേഘങ്ങളെ കൊണ്ടുവരുന്നതിനെ കുറിച്ച്, മേഘങ്ങൾ അട്ടിയാകുന്നതിനെ കുറിച്ച്, ആ മേഘങ്ങൾക്കിടയിലുള്ള മഴത്തുള്ളികൾ വരുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അള്ളാഹ് പറയാണ്, രാവും പകലും അള്ളാഹു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിൽ അബ്സാർ. എന്നിട്ട് അള്ളാഹ് പറയുന്ന കാര്യം കേട്ടോളൂ. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഇൻ. എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ സൃഷ്ടിച്ചു. ഫമിൻഹും മൻ യംശി അലാ ബത്തിനിഹി. അള്ളാഹ് സൃഷ്ടിച്ച വസ്തുക്കളിൽ വയറിൽ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ജന്തുക്കളുണ്ട്. 2 കാലുണ്ടായിട്ട് നടക്കാൻ നമുക്ക് പ്രയാസമാണ്. വയറ്റത്തൊന്ന് കമയിന്ന് കിടന്നിട്ടൊന്ന് വയഞ്ഞു നോക്കേണ്ടി. ഇങ്ങനെ ജീവിക്കുന്ന ജീവികൾ ഈ ഭൂമിയിലുണ്ട്. ഉരകങ്ങളുണ്ട്. വയറിൽ നിറങ്ങിക്കൊണ്ട് ജീവിക്കുന്ന, ഉരസിക്കൊണ്ട് ജീവിക്കുന്ന ഈ ഭൂമിയിലുണ്ട്. വമിൻഹും മൻ യംശി അലാ റിജ്ൽ. 2 കാലിൽ നടക്കണവരുണ്ട്. വമിൻഹും മൻ യംശി അലാ അർബഈൻ. 4 കാലിൽ നടക്കണവരുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് ഉദ്ദേശിക്കുന്നതൊക്കെ സൃഷ്ടിക്കും. അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാ. ഈ 2 കാലുള്ളവനും 4 കാലുള്ളവനും വയറ്റത്ത് വരസുള്ളവനും ഒക്കെ ഒരേമാതിരി ആവാൻ പറ്റൂല. കാരണം എന്താ? ലഖദ് അൻസൽനാ ആയാത്തിൻ മുബയ്യിനാത്തിൻ. തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഇറക്കി തന്നിട്ടുണ്ട്. വല്ലാഹു യഹ്ദി മൻ യശാ ഇലാ സിറാത്തി മുസ്തഖീം. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവരെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കും എന്നാണ്. ഇപ്പൊ രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ വേറെയാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് വീടുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, രാവും പകലും ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ ജീവിക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ കേവലം നമുക്ക് അനുഭവിച്ച് അങ്ങോട്ട് മരിച്ചാലാണ്ട് തീർന്നു പോണ സംഗതിയാണോ? ഇതിനെപ്പറ്റി ഒന്നും ഒരു ചോദ്യവും ഒരു വിചാരണയും ഉണ്ടാവൂലേ? ഒരു കണക്കും ചോദിക്കൂലേ? തന്നോൻ അങ്ങോട്ട് അവസാനിച്ചു പോവോ? എന്താണ് സഹോദരങ്ങളെ ഇതിലെ ഗുണപാഠം? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹിന്റെ സഹായമില്ലെങ്കിൽ നമ്മളെ വാഹനം വിചാരിച്ചോടത്ത് എത്തൂല. ആ വാഹനത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരെല്ലാരും ആ പുറപ്പെട്ടത് എവിടേക്കാണ് അവിടേക്ക് എത്തണം എന്നില്ല. നമ്മളെ വീടും സൗകര്യങ്ങളും എന്തുണ്ടെങ്കിലും അതിനെല്ലാം ഏത് സമയത്തും മാറ്റങ്ങൾ സംഭവിക്കാം. അതുകൊണ്ട് എന്ത് വേണം? ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. കേട്ടോളൂ, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങൾക്കെല്ലാം ചില കാര്യങ്ങൾ അറിയാം. ആ അറിയുന്ന കാര്യങ്ങൾ പോലും ഈ ഭൂമിയിൽ മനുഷ്യൻ അറിയില്ല എന്നാ, മനസ്സിലാക്കിയിട്ടില്ല എന്നാ. കേട്ടോളൂ. അലം തറ, വീണ്ടും അല്ലാഹു പറയാ, നീ കണ്ടില്ലേ? അന്നല്ലാഹു യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിൽ ഉള്ളവയെല്ലാം അല്ലാഹ്ക്ക് തസ്ബീഹ് ചെയ്യാണ്. ഓർക്കണേ, ആകാശഭൂമികളിൽ ഉള്ളവയെല്ലാം അല്ലാഹ്ക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറയാണ്. വത്തൈറു സോഫാത്തിൻ. ചിറകുകൾ വിടർത്തിപ്പിടിച്ച് പറവകളും പറക്കുന്ന ഇരുന്ന് ആ കൂട്ടിൽ നിന്ന് ചിറക് വിടർത്തി യാത്ര ആരംഭിക്കുകയാണ്. വത്തൈറ സോഫാത്തിൻ. ഒരു പക്ഷി പറക്കാൻ തുടങ്ങാണ്, യാത്ര തുടങ്ങാണ്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടാണ് പറക്കണമെന്നാ പറഞ്ഞത്. അല്ലാഹ്, നീ കാണുന്നില്ലേ? ആകാശഭൂമികളെ വസ്തുക്കൾ മുഴുവനും പക്ഷികൾ ചിറക് നിവർത്തിപ്പിടിച്ച് അള്ളാഹ്ക്ക് തസ്ബീഹ് പറയാ, സുബ്ഹാനല്ലാഹ് എന്ന് പറയാ, അതിന് യാത്ര തുടങ്ങിയാണ്. കുല്ലുൻ, ഇവക്കെല്ലാം അലിമ ഖദ് അലിമ, അതിനൊക്കെ ഇൽമുണ്ട്, അറിയാം. സ്വലാത്തഹു വ തസ്ബീഹഹു, അതിന്റെ സ്വലാത്തും അതിനറിയാം, അതിന്റെ തസ്ബീഹും അതിനറിയാം. അതിന്റെ തസ്ബീഹ് എങ്ങനെ സുബ്ഹാന പറയണമെന്നറിയാം. അതിന്റെ സ്വലാത്ത്, അതിന്റെ പ്രാർത്ഥന, അതിന്റെ ഇബാദത്ത് എങ്ങനെ ചെയ്യണമെന്ന് ഈ പക്ഷികൾക്കും ജന്തുക്കൾക്കും മൃഗങ്ങൾക്കും ഒക്കെ അറിയാം. വല്ലാഹു അലീമുൻ ബിമാ യഫ്അൽ. നിങ്ങൾ പ്രവർത്തിക്കുന്ന, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു കൃത്യമായി അറിയുന്നവനാണ്. നമ്മളോട് എന്താ പറഞ്ഞത്? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. നമുക്ക് കിട്ടിയ വാഹനം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. തസ്ബീഹ് സുബ്ഹാനല്ലാഹ് കൊണ്ട് തുടങ്ങണം, മറക്കാൻ പാടില്ല. ഞങ്ങൾ കഴിവില്ലാത്തവരാണ്. വ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, റബ്ബിലേക്ക് മടങ്ങി വരേണ്ടവരാണ്. കഴിഞ്ഞ ഏതാനും ഖുതുബകൾക്ക് മുമ്പ് ഈ വിഷയം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ആവർത്തിക്കുന്നില്ല.
സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന വാർത്തകൾ, നമ്മളെ ഹൃദയത്തെ തകർത്ത് കളയുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, പ്രവാസ ലോകത്ത് 2 അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ആഴ്ചയിൽ. ഒന്ന്, വാപ്പയെയും ഉമ്മയെയും ഒരു പെങ്ങളെയും മാത്രം ബാക്കിയാക്കി ആ കുടുംബത്തിലെ 4 ആൺകുട്ടികൾ മരണപ്പെട്ടുപോയി. മറ്റൊരപകടം, മക്കള് അനാഥമായി, യത്തീമായി, വാപ്പിയമ്മ മരിച്ചുപോയി. ഇത്തരം അപകടങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമക്കളെ സ്വർഗത്തിൽ ഒരുമിപ്പിച്ചു കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു ഇതിന് പകരം സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ആ മാതാപിതാക്കളെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. രാവ് മാറി, പകല് മാറി, വളരെ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ട് തിരിച്ചെത്തുന്നില്ല പലരും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ വകആബത്തിൽ മൻദർ വസൂഇൽ മുൻകലബി ഫിൽ മാലി വൽ അഹ്ൽ. ഒരു വാഹനം യാത്ര തുടങ്ങുമ്പോൾ പ്രാർത്ഥന അവസാനിക്കണം എങ്ങനെയാണ്? യാത്രയുടെ ബുദ്ധിമുട്ട്, ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, പ്രയാസത്തോടെ, ബുദ്ധിമുട്ടോടുകൂടി, വേദനയോടുകൂടിയുള്ള മടക്കം, കുടുംബത്തിലേക്കുള്ള മടക്കം, കണ്ണിന് താങ്ങാൻ പറ്റാത്ത ദുരന്തങ്ങൾ, കാഴ്ചകൾ കാണിക്കല്ല പടച്ചവനെ. പ്രാർത്ഥിക്കണം. പക്ഷികൾക്കും മൃഗങ്ങൾക്ക് തസ്ബീഹ് അറിയാം. അവ തസ്ബീഹ് ചെയ്യുന്നത് റസൂലോട് പറയാ, കാണുന്നില്ലേന്ന്. അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാത്രമാണ് അതറിയാത്തതും പഠിക്കാത്തതും സമയമില്ലാത്തതും. ആലോചിക്കുക സഹോദരങ്ങളെ. 6 സ്ഥലത്ത് അള്ളാഹു ഇബ്രത്ത് പറഞ്ഞു. ആ ഇബ്രത്തുകളെ കൂട്ടിവെച്ചാൽ അള്ളാഹിന്റെ സഹായം വേണം. നമ്മളെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും, നമ്മളെ വീട്ടിലും, നമ്മളെ താമസത്തിലും വാഹനത്തിലും എല്ലാം അള്ളാഹിന്റെ സഹായം വേണം. ആ സഹായം ഇല്ലെങ്കിൽ നമ്മൾ ഇന്നേ വരെ എങ്ങനെ ജീവിച്ചു എന്നതല്ല, ഈ രാവ് ഒരു പക്ഷേ മറ്റൊരവസ്ഥയിലേക്ക് നമുക്ക് വഴിമാറാം. ഈ പകൽ മാറാം, വരുന്ന രാവും മാറാം. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവും പകലും നന്മകളെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും നിറച്ചു തരുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി വഅൻത തവഫാഹ. അല്ലാഹുവേ, നീയാണ് എൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചത്. എൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചത് പടച്ചവനെ നീയാണ്. വഅൻത തവഫാഹ. ആ ആത്മാവിനെ ഏറ്റെടുക്കുന്നതും നീയാണ്. ലക മമാതുഹ വമഹിയാഹ. അതിന്റെ ജീവിതവും മരണവും നിനക്കാണ്. ഇൻ അഹ്യൈതഹ. പടച്ചവനെ, നീ അതിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ ഫഹ്ഫദ്ഹ. നീ അതിനെ കാക്കു പടച്ചവനെ. വൈൻ അമത്തഹ ഫഗ്ഫിർ ലഹ. നീ അതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ, നീ അതിനെ എടുക്കുമ്പോൾ അതിന് നീ പുറത്തുകൊണ്ട പടച്ചവനെ, അതിനോട് നീ പൊറുക്കണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ. അല്ലാഹുവേ, ഞാൻ നിന്നോട് ആരോഗ്യത്തോടെയുള്ള സൗഖ്യം ചോദിക്കുന്നു. എന്നും രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആശയമാണിത്. ഒരുപാട് ഹംദ് പറയാൻ, അൽഹംദുലില്ലാ എന്ന് ധാരാളമായി പറയേണ്ട അവസരങ്ങളും ഘട്ടങ്ങളും സന്ദർഭങ്ങളും നമ്മളെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഒരു വൈകല്യമുള്ള ഒരാളെ കാണുമ്പോൾ, ഒരു പ്രയാസപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ, ഒരു പരിക്ക് പറ്റിയ ഒരാളെ നമ്മൾ സന്ദർശിക്കുമ്പോൾ, നമ്മളെ കണ്ണിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസം വന്നോ മറ്റേതെങ്കിലും രൂപത്തിൽ പരീക്ഷിക്കപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയണം, അൽഹംദുലില്ലാഹില്ലദി അഫാനി മിമ്മ ബതലാക ബിഹി വഫളലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ളീല. അൽഹംദുലില്ലാ. അല്ലാഹുവേ, നിനക്കെത്ര സ്തുതിയാണ്. ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ വടികൊണ്ട് ഇങ്ങനെ റോട്ടിൽ അടിച്ചിങ്ങനെ വഴി കാണിച്ചു പോകുമ്പോൾ, പടച്ചവനെ, ഈ കണ്ണുകൊണ്ട് ഞാൻ എന്തെല്ലാം തിന്മകൾ ചെയ്യുന്നുണ്ട്. സ്വന്തം ഉമ്മാന്റെ മുഖം കാണാൻ ഭാഗ്യമില്ലാത്ത, സ്വന്തം മക്കളെ, പൊന്നുമക്കളെ മുഖം കാണാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് അന്ധന്മാരുണ്ട്. സ്വന്തം മക്കളുടെ മുഖം കാണാൻ, നമുക്ക് മകള് ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ആ മക്കളെ, കുട്ടിയെ കാണാൻ നമുക്ക് സമയം, നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ? ജനിച്ചിട്ടും ഇത്ര പ്രായമായിട്ടും സ്വന്തം പൊന്നുമക്കളെ മുഖം കാണാൻ ഭാഗ്യമില്ലാത്ത, ഉമ്മാന്റെ വാപ്പാന്റെ മുഖം കാണാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് കണ്ണ് കാണാത്ത മനുഷ്യന്മാരുണ്ട്. അവരെ കാണുമ്പോൾ നമ്മൾ പറയണം, പടച്ചവനെ,
എനിക്ക് നീ കണ്ണ് തന്ന് എല്ലാറ്റിനെയും കണ്ട് ആസ്വദിക്കുന്ന ഞാൻ ഈ കണ്ണുകൊണ്ട് എന്തൊക്കെ തോന്നിവാസങ്ങളാ കാണുന്നത്, എന്തൊക്കെ വേണ്ടാത്ത തിന്മകളാണ് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത്. സഹോദരങ്ങളെ, ചിന്തിക്കണം നമ്മൾ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി. എത്ര ആളുകളെ നീ പരീക്ഷിച്ചിട്ടുണ്ട്, ആ പരീക്ഷണത്തിൽ നിന്നൊക്കെ എനിക്ക് നീ ആഫിയത്ത് തന്നില്ല പടച്ചവനെ. എനിക്ക് നീ ശ്രേഷ്ഠത നൽകി. മിമ്മൻ ഖലഖ തഫ്ളീല, നീ സൃഷ്ടിച്ച പലരെക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് ശ്രേഷ്ഠതകൾ, ഒരുപാട് മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ എനിക്ക് തന്നു പടച്ചോനെ. അൽഹംദുലില്ലാ എന്ന് പറയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും ഇതെല്ലാം ഒരു പക്ഷെ നമുക്കും നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ഗുണപാഠങ്ങൾ, ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ചിന്താശേഷി ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ കേവലം ഒരു കണ്ണുകൊണ്ട് കാഴ്ചയായി മാറിപ്പോകാതെ ഹൃദയം കൊണ്ട് അവയെ ചിന്തിക്കാനും അതിലുള്ള ഗുണപാഠങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകളുണ്ട്. നമ്മുടെ ഒരു സഹോദരൻ മൂലക്കലുള്ള ബൗട്ടി സാഹിബ്, അദ്ദേഹത്തിന് ഒരു ബ്രെയിൻ സർജറി ഇൻഷാ അല്ലാഹ് ഇന്ന് നടക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ രോഗം അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്നും അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു കാവലിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇശ്ഫി മർദാനാ വ മർദൽ മുസ്ലിമീൻ. اللهم ارحم موتانا وموتى المسلمين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم انا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الاعداء. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.